സ്നേഹം ദൈവഭാവം കുടുംബം ദൈവദാനം അതിലെന്നും നമ്മൾ വളരാൻ ഉള്ളിൽ നിറയണം സ്നേഹക്കൂടാരം 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 സ്നേഹക്കൂടാരം. റവറൻ ഡോക്ടർ അഗസ്റ്റിൻ കല്ലേലി ബെൽജിയം ലുവീൻ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കുടുംബ ദൈവശാസ്ത്രത്തിൽ ഡോക്ടറേറ്റ് കരസ്ഥമാക്കി 11 വർഷക്കാലം എറണാകുളം അങ്കമാലി അതിരൂപത കുടുംബ പ്രേക്ഷിത കേന്ദ്ര ഡയറക്ടർ എന്ന നിലയിൽ വ്യത്യസ്ത കുടുംബ നവീകരണ പ്രസ്ഥാനങ്ങൾക്ക് രൂപം നൽകുകയും റീലൈറ്റ് യൂട്യൂബ് ചാനലിലൂടെ കുടുംബ ബന്ധങ്ങൾക്ക് വേണ്ട പരിശീലനം നൽകുകയും ചെയ്ത അച്ഛൻ ഇപ്പോൾ മംഗലപ്പുഴ സെമിനാരി അധ്യാപകനായി ശുശ്രൂഷ ചെയ്യുന്നു. കുടുംബ ബന്ധങ്ങളുടെ കെട്ടുറപ്പ് കൂടുതൽ വ്യക്തമാക്കുന്ന സ്നേഹക്കൂടാരം ഫാമിലി ബീറ്റ്സിൽ വ്യത്യസ്ത മേഖലകളിൽ പ്രവർത്തിക്കുന്ന ദമ്പതിമാരോടൊപ്പം സ്വാഗതം ചെയ്യാം ഫാദർ അഗസ്റ്റിൻ കല്ലേലി. സ്നേഹക്കൂടാരം ഫാമിലി ബീറ്റ്സിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം നമ്മുടെ സഭയിൽ സന്യാസം സ്വീകരിച്ച മക്കൾ മാതാപിതാക്കൾ ബന്ധത്തെക്കുറിച്ചാണ്. നമ്മളോടൊപ്പം ഇന്ന് ചർച്ചയിൽ പങ്കെടുക്കുന്ന ദമ്പതികളുടെ ഒരു പ്രത്യേകത, ഇവരുടെ മക്കൾ സന്യാസം സ്വീകരിച്ച് ആ ദൈവവിളിയിൽ വളരുന്നവരാണ്. ഈ ചർച്ചയിലേക്ക് നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. നമുക്ക് ആദ്യമേ തന്നെ ഇവരൊന്ന് പരിചയപ്പെടാം, അതിനുശേഷം നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. നിങ്ങളുടെ പേര്? ടോണി. ടോണി, യെസ്. എവിടെ നിന്ന് വരുന്നത്? കാഞ്ഞൂർ. കാഞ്ഞൂരിൽ നിന്ന് വരുന്നു. ഓക്കെ, എത്ര വർഷമായി കല്യാണം കഴിഞ്ഞിട്ട്? 32 വർഷം. 32 വർഷമായി അല്ലേ? ഓക്കെ, ഭാര്യയുടെ പേര്? ലിറ്റി ടോണി. ലിറ്റി ടോണി. ഓക്കെ, മക്കൾ എത്ര പേരാ? 3 പേര്. 3 പേര്. ഓക്കെ, അതിനകത്ത് ഒരു സിസ്റ്റർ, 2 സിസ്റ്റർമാർ. 2 പേരുണ്ട് സിസ്റ്റേഴ്സ്. അവരുടെ പേരെന്താ? ടിയ മേരി, ട്വിങ്കിൾ ടോണി. ടിയ മേരി ആൻഡ് ട്വിങ്കിൾ ടോണി, 2 സിസ്റ്റേഴ്സ് അല്ലേ? അപ്പോൾ 3 മക്കളിൽ 2 പേര് സന്യാസത്തിലേക്ക് പോയി. ഓക്കെ, ഗുഡ്. അപ്പോൾ നിങ്ങൾക്ക് 2 പേർക്കും നമ്മുടെ ഈ ഷോയിലേക്ക് ഏറ്റവും ഹൃദ്യമായ സ്വാഗതം. നിങ്ങളുടെ പേരോ? ജോയ്. ജോയ്. ജോയുടെ സ്ഥലം എവിടെയാ? സ്ഥലം മഞ്ഞപ്പുറ സെബിപുരം. മഞ്ഞപ്പുറ സെബിപുരം എന്ന സ്ഥലത്ത് നിന്ന് വരുന്നത് അല്ലേ? ഓക്കെ, എത്ര വർഷമായി കല്യാണം കഴിഞ്ഞിട്ട്? 26 വർഷം. 26 വർഷം. ഓക്കെ, ഗുഡ്. എന്താ ഭാര്യയുടെ പേര്? മിനി ജോയ്. മിനി ജോയ്. ജോയ് മിനി കൂട്ടുകെട്ട് 26 വർഷമായി അല്ലേ? മക്കൾ എത്ര പേരുണ്ട്? 3 പേര്. 3 പേരുണ്ട്. അവരിൽ ആരാണ് സിസ്റ്റർ? മൂത്ത മോള് മീനു ജോയ്, രണ്ടാമത്തെ മോള് 2 പേര് സിസ്റ്റേഴ്സ് ഉണ്ട്. മീനു ജോയ് ആൻഡ് മെർലിൻ ജോയ്. മെർലിൻ ജോയ്, 2 പേര്. ഈ ഇടയാണ് അവര് സിസ്റ്റേഴ്സ് ആയതല്ലേ? ഓക്കെ, കൊള്ളാം. സന്തോഷത്തോടുകൂടി നിങ്ങൾ 2 പേരെയും നമ്മുടെ ഈ ഷോയിലേക്ക് ഏറ്റവും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഓക്കെ, ഗുഡ്. നിങ്ങളുടെ പേരോ? എൻ്റെ പേര് ജോയ്. ജോയ്. ഓക്കെ, ഇതും വേറൊരു ജോയ് ആണ് അല്ലേ? ഓക്കെ, ഗുഡ്. ജോയ് എവിടെ നിന്ന് വരുന്നത്? അങ്കമാലിക്ക് അടുത്ത് മൂക്കന്നൂർ. മൂക്കന്നൂർ. ഓക്കെ, എത്ര വർഷമായി കല്യാണം കഴിഞ്ഞിട്ട്? 25 വർഷമായി. 25 വർഷമായി. ഓക്കെ, ഭാര്യയുടെ പേര്? വിജി ജോയ്. വിജി ജോയ്. ഇത് ജൂബിലി വർഷമാണല്ലേ? 25 വർഷം പൂർത്തിയാക്കി. തുടങ്ങിയിട്ടുള്ളൂ. ഓക്കെ, മക്കൾ എത്ര പേരാ? 2 പേര്. 2 പേര്. അതിൽ ഒരാൾ സിസ്റ്ററായി. മകൾ സിസ്റ്റർ. സിസ്റ്ററിന്റെ പേരെന്താ? സിസ്റ്റർ ഗ്രീറ്റി ജോയ്. സിസ്റ്റർ ഗ്രീറ്റി ജോയ്. എത്ര നാളെ ആള് സിസ്റ്ററായിട്ട്? 1 വർഷം. 1 വർഷം. ഓക്കെ, അപ്പൊ സന്തോഷത്തോടുകൂടി മുമ്പോട്ട് പോവാണല്ലേ? അപ്പൊ നമ്മുടെ ഈ ഷോയിലേക്ക് നിങ്ങൾക്ക് 2 പേർക്കും ഹൃദ്യമായ സ്വാഗതം. നിങ്ങളുടെ പേരോ? മാർട്ടിൻ കണ്ണമ്പുഴ. മാർട്ടിൻ കണ്ണമ്പുഴ. എവിടെ സ്ഥലം? തവളപ്പാറ. തവളപ്പാറ. കല്യാണം കഴിഞ്ഞിട്ട് എത്ര വർഷമായി? 29 വർഷമായി. 29 വർഷം. കൊള്ളാം. ഭാര്യയുടെ പേര്? എൽസി മാർട്ടിൻ. എൽസി മാർട്ടിൻ. ഓക്കെ, എത്ര മക്കള്? 3 മക്കള്. 3 മക്കള്. പെണ്ണ്. 3 പെൺകുട്ടികളാണല്ലേ? അതിനകത്ത് ഒരാൾ സിസ്റ്ററായി. സിസ്റ്ററിന്റെ പേര്? മീനു മാർട്ടിൻ. മീനു മാർട്ടിൻ. എത്ര നാളെ ആള് സിസ്റ്ററായിട്ട്? 1 വർഷമായിട്ടുള്ളൂ. 1 വർഷമായിട്ട്. 2 പേരും വളരെ സന്തോഷമായിട്ട് ഈ കൂട്ടുകെട്ട് മുമ്പോട്ട് കൊണ്ടുപോകണല്ലേ? ഓക്കെ, മറ്റ് മക്കളുടെ കല്യാണം കഴിഞ്ഞോ? ഇല്ല, ഒരാളുടെ കല്യാണം ഈ ജൂൺ 30-ാം തീയതി. ജൂൺ 30-ാം തീയതി ഉറപ്പിച്ച് വെച്ചിരിക്കുകയാണല്ലേ? ഓക്കെ, ഗുഡ്. അപ്പൊ നിങ്ങൾക്ക് 2 പേർക്കും നമ്മുടെ ഈ ഷോയിലേക്ക് ഏറ്റവും സ്നേഹപൂർവ്വം സ്വാഗതം. പ്രിയമുള്ളവരെ, ഇന്നത്തെ കാലഘട്ടത്തിൽ കുടുംബങ്ങളിൽ നിന്ന് സന്യാസ ദൈവവിളികൾ വരിക എന്ന് പറയുന്നത് വിരളമാണ്. നമ്മുടെ കൂടെയുള്ള ഈ 4 കുടുംബങ്ങളിൽ നിന്ന് 6 സിസ്റ്റേഴ്സ് ഉണ്ട്. 6 പേര്. അത് ഈ കഴിഞ്ഞ വർഷങ്ങളിലായിട്ട്, കഴിഞ്ഞ 2 വർഷത്തിനിടയിലാണ് ഇവരെല്ലാം സന്യാസം സ്വീകരിച്ചിരിക്കുന്നത്. ഇവരുടെ കുടുംബത്തിൽ ഏകദേശം എനിക്ക് തോന്നുന്നത് 15-16 വർഷമൊക്കെ ഒരുമിച്ച് വളർന്ന് അവർ സന്യാസ ജീവിതത്തിലേക്ക് വന്നപ്പോൾ അവരിൽ ചൊലുത്തിയ ചില സ്വാധീനങ്ങൾ ഉണ്ടാകും. ആ സ്വാധീനങ്ങൾ എന്താണെന്നാണ് ഇന്നത്തെ ഷോയിൽ
നമ്മൾ ഇവരോട് സംസാരിക്കാനായിട്ട് പോകുന്നത്. നമുക്കിവരെ ശ്രമിക്കാം. ഓക്കെ, എന്ത് തോന്നുന്നു? നിങ്ങളെല്ലാവരും ഹാപ്പി അല്ലേ? സന്തോഷമാണ്. മക്കൾ സന്യാസികളായി ഇത് വളരെ സന്തോഷമല്ലേ? ആദ്യമേ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും പ്രത്യേകം അഭിനന്ദനങ്ങൾ. കാരണം നിങ്ങളുടെ മക്കളെ ഇപ്രകാരം ഒരു സന്യാസ ജീവിതത്തിലേക്ക് പ്രോത്സാഹിപ്പിച്ച് വളർത്തിയെടുക്കാൻ നിങ്ങൾക്ക് സാധിച്ചത് വലിയൊരു കാര്യമാണ്. അഭിനന്ദനങ്ങൾ. ഓക്കെ, നമുക്ക് ചോദിക്കാം. ടോണി ലിറ്റി കുടുംബം അല്ലേ? നിങ്ങളുടെ കുടുംബത്തിൽ നിന്ന് 2 പേര് സിസ്റ്റേഴ്സ് ആയല്ലേ? അവരെങ്ങനെയാണ് സിസ്റ്റേഴ്സ് ആകാൻ പോയ ആ കഥ ഞങ്ങളോടൊന്ന് പറയാമോ? ആദ്യം സ്കൂളിൽ പഠിക്കുന്ന സമയത്തൊന്നും അങ്ങനെ പറയാറുണ്ടായിരുന്നില്ല സിസ്റ്റർ ആവണമെന്ന്. ഓക്കെ, 10ാം ക്ലാസ്സിലൊക്കെ ആയി പിന്നെയാണ് സിസ്റ്റർ ആവണമെന്നുള്ള ആഗ്രഹം വന്നിട്ട് തന്നെ ഉള്ളൂ. ശരി. അതെങ്ങനെ ആഗ്രഹം വന്നത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്കൂളിൽ ഇങ്ങനെ അവരുടെ ക്യാമ്പുകളൊക്കെ 10ാം ക്ലാസ്സിൽ സിസ്റ്റർ ദൈവവിളി ക്യാമ്പുകളൊക്കെ ഉണ്ടാകുമ്പോൾ അതിൻ്റെ അകത്ത് പങ്കെടുത്താണ്. അപ്പൊ ആദ്യം ചേച്ചി അല്ലേ? മൂത്തയാള്. ഓക്കെ, ആള് ക്യാമ്പിന് പോയി. ക്യാമ്പിന് പോയിട്ടാണ് ആൾക്ക് അങ്ങനെ ആഗ്രഹം വന്നത്. 9ാം ക്ലാസ് വരെ അങ്ങനെ പറയില്ലായിരുന്നു. അങ്ങനെ 9ാം ക്ലാസ് വരെ സിസ്റ്റർ ആകണമെന്ന് യാതൊരു താല്പര്യം ഉണ്ടായിരുന്നില്ല. പറയാറില്ല, അങ്ങനെ പറയാറില്ല, ഞങ്ങളോടൊന്നും പറയാറില്ല. ശരി ശരി. 10ാം ക്ലാസ്സിൽ ക്യാമ്പിന് പോയി തുടങ്ങിയിട്ടാണ് ആള് ഞങ്ങളോട് പറഞ്ഞിട്ടുള്ളൂ ഇങ്ങനെ സിസ്റ്റർ ആവാൻ പോണോന്ന്. അതിക്കുമ്പോ ഞങ്ങളോട് പറഞ്ഞിട്ടില്ല. ഉള്ളിൽ ആഗ്രഹം ഉണ്ടായിരുന്നോന്ന് നമുക്കറിയില്ല, പറഞ്ഞിട്ടില്ല. ഓക്കെ, രണ്ടാമത്തെ ആൾ അങ്ങനെ തന്നെയാ? ഇളയ ആൾക്ക് പിന്നെ ആഗ്രഹം ഉണ്ടായിരുന്നു, നേരത്തെ ആഗ്രഹം ഉണ്ടായിരുന്നു. ചേച്ചി പോയിപ്പോ ഇളയ ആൾക്ക് ഒന്നുകൂടി ഭയങ്കര തിരക്ക. 2 വയസ്സിന്റെ വ്യത്യാസം ഉണ്ട്. 2 വയസ്സിന് വ്യത്യാസം. അപ്പൊ ചേച്ചി മഠത്തിലേക്ക് പോയി കഴിഞ്ഞപ്പോ അനിയത്തിക്കും പോണോന്ന്? അനിയത്തിക്ക് പിന്നെയും പോകുന്നു നമുക്ക് തോന്നിയായിരുന്നു. ഇതിനകത്ത് ചേച്ചി ആരാണ്? ടി ആണോ ട്വിങ്കിൾ ആണോ? ടിയ ചേച്ചി. ടി ആണ് ചേച്ചി. ഓക്കെ ഓക്കെ ഓക്കെ. CMC-യിൽ. ഓക്കെ ഓക്കെ, മനസ്സിലായി. ഓക്കെ, നിങ്ങളുടെ എന്തെങ്കിലും സ്വാധീനം, എന്തെങ്കിലും പ്രേരണ, പ്രചോദനം നിങ്ങൾ മാതാപിതാക്കൾ എന്ന നിലയിൽ അവർക്ക് കിട്ടിയിട്ടുണ്ടാവോ? ഞങ്ങൾ കുറച്ച് പ്രാർത്ഥനയൊക്കെ ഉള്ള ഒരു കുടുംബമാണ് ഞങ്ങള്. ചെറുപ്പത്തിൽ തന്നെ പ്രാർത്ഥിക്കുന്ന ഒരു ശീലം വീട്ടിലുണ്ട്. വീട്ടിലുണ്ട്. പിന്നെ അപ്പൊ അവർക്ക് അങ്ങനെ പ്രാർത്ഥനയോടൊക്കെ ഒരു ഇഷ്ടം അങ്ങനെയുണ്ട്. പിന്നെ എന്നും പള്ളി പോകും. ഓഹോ, എന്നും പള്ളി പോകുന്ന കുടുംബമാണ്. പള്ളി പോകും. നിങ്ങൾ തനിയാണ് പോകുന്നത്? ഞാനും പിള്ളേരും എന്നും പോകുമായിരുന്നു. ചേട്ടനും ഒട്ടുമിക്ക സമയത്തും, എല്ലാ ദിവസവും അങ്ങനെ പോകില്ല, എന്നാലും ഒട്ടുമിക്ക സാധിക്കുമ്പോഴൊക്കെ പോകാറുണ്ട്. ഓക്കെ, ശരി. അങ്ങനെ പള്ളിയുമായിട്ട് അല്ലെങ്കിൽ കൂദാശകളിലൊക്കെ പങ്കെടുക്കുന്ന ഒരു പാരമ്പര്യം നിങ്ങളുടെ വീട്ടിൽ ഉണ്ടായിരുന്നു. ഓക്കെ, അത് നിങ്ങളുടെ മക്കളെ സ്വാധീനിച്ചിട്ടുണ്ടാവും. ഓക്കെ, ടോണി എന്താണ് പറയാനുള്ളത് ഇതുമായി ബന്ധപ്പെട്ടിട്ട്? എന്തെങ്കിലും ടോണിയുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു പുണ്യം ഈ മക്കളെ സ്വാധീനിച്ചിട്ടുണ്ടാവോ? ഞാൻ ഒരുപാട് ധ്യാനങ്ങൾ കൂടിയിട്ടുണ്ട്. ഒരുപാട് ധ്യാനങ്ങൾ കൂടിയിട്ടുണ്ട്. ധ്യാനം കൂടിയിട്ടുണ്ടോ? ഈ കല്യാണം കഴിഞ്ഞ ഉടനെ ധ്യാനത്തിന് പോയിട്ടുണ്ടോ? അല്ലാതെ മുമ്പേ കൂടിയുണ്ട്. ഞാൻ 85-ലാണ് ആദ്യമായി. കല്യാണം കഴിക്കണൊക്കെ മുമ്പേ തന്നെ ധ്യാനത്തിനൊക്കെ പോയിട്ടുണ്ട്. പിന്നെ എനിക്ക് ആത്മീയ ജീവിതം വളരെ ഇഷ്ടമുള്ളൊരു കാര്യമായിരുന്നു. അത് ശരി. ഓക്കെ, നിങ്ങളുടെ കുടുംബത്തിലും 2 സിസ്റ്റേഴ്സ് ഉണ്ടെന്നാണല്ലോ പറഞ്ഞത് അല്ലേ? അവരിതുപോലെ 10ാം ക്ലാസ് കഴിഞ്ഞ് 15ാമത്തെ വയസ്സിലാണോ ഈ സന്യാസത്തിലേക്ക് പോയത്? 10ാമത്തെ ക്ലാസ് കഴിഞ്ഞിട്ടാണ്. 10ാം ക്ലാസ് കഴിഞ്ഞപ്പോഴാണ് പോയത് അല്ലേ? ഓക്കെ, അവരെങ്ങനെയാണ് നേരത്തെ തുടങ്ങി ഇങ്ങനെ ആഗ്രഹം പറഞ്ഞിരുന്നോ? എങ്ങനെ നിങ്ങളുടെ ഒരു അനുഭവം ഒന്ന് പറയാമോ? അവരുടെ ആഗ്രഹം അവര് പറഞ്ഞായിരുന്നില്ല, പക്ഷെ എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പച്ചന് ആഗ്രഹം ഉണ്ടായിരുന്നു മക്കളിൽ ആരെങ്കിലും ഒരാള് സന്യാസിനിയാകാൻ പോയാൽ കൊള്ളാന്ന് അല്ലേ? തീർച്ചയായിട്ടും ഉണ്ടായിരുന്നു. ഓക്കെ, അത് ചെറുപ്പം മുതലുണ്ടായിരുന്നു. എനിക്ക് ആദ്യമേ തുടങ്ങി. കല്യാണം കഴിച്ചപ്പോ തന്നെ അങ്ങനെ ഒരു ആഗ്രഹം? കല്യാണത്തിന് മുമ്പ് ആഗ്രഹമുള്ളതാണ്. കല്യാണത്തിന് മുമ്പേ ആഗ്രഹമുണ്ട് മക്കളിൽ ഒരാളെ സന്യാസ ജീവിതത്തിലേക്ക് വിടണമെന്ന്. താല്പര്യം. ഇപ്പൊ 2 പേരെ കിട്ടിയില്ലോ? കിട്ടി. കൊള്ളാം 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 കൊള്ളാം. ഓക്കെ, അമ്മച്ചിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നോ? ആഗ്രഹക്കുറവൊന്നുമില്ല, പക്ഷെ മുൻകൂട്ടി അങ്ങനെ ഒരു ധാരണയൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഈ മക്കള് ഈ ആഗ്രഹം പറഞ്ഞു, അങ്ങനെ അവര് 10ാം ക്ലാസ് എത്തിയപ്പോ ക്യാമ്പിന് പോയി, അങ്ങനെ അവര് സന്യാസ ജീവിതത്തിലേക്ക് പോയതാണ് അല്ലേ? അങ്ങനെയാണ് പോയത്. ഓക്കെ, 2 പേരും അങ്ങനെ അല്ലേ? ചേച്ചി പോയി കഴിഞ്ഞപ്പോ അനിയത്തിക്ക് പോകാൻ കുറച്ചുകൂടി ഉണർവായോ? ഇവിടെ പറഞ്ഞ പോലെ ആദ്യം വന്നപ്പോ അങ്ങനെ താല്പര്യമൊന്നും പറഞ്ഞില്ലായിരുന്നു. ഞാൻ പോണ്ടോന്ന് അങ്ങനെ ചോദിച്ചപ്പോ വീട്ടിൽ വന്നപ്പോ ഞാൻ പോണൊന്നുമില്ല എന്ന് പറഞ്ഞു. പക്ഷെ 10ാം ക്ലാസ് ഒക്കെ ആയപ്പോഴത്തേനും ആ ഒരു പ്രേരണയൊക്കെ എങ്ങനെ കിട്ടി, ആളങ്ങനെ പോയി. ഓക്കെ, സന്തോഷം കേട്ടോ. ഓക്കെ, നമുക്ക് വീണ്ടും ചർച്ച ചെയ്യാം ഈ വിഷയം. ഓക്കെ, നിങ്ങളുടെ കാര്യത്തിൽ എങ്ങനെയാ? ഗ്രീറ്റി അല്ലേ? ഗ്രീറ്റി സിസ്റ്റർ അല്ലേ? സിസ്റ്ററിന്റെ ആ വൊക്കേഷണൽ കഥയൊന്ന് ഞങ്ങളോട് പറയാമോ? മകള് +2 കഴിഞ്ഞപ്പോഴാണ് ഇങ്ങനെ സിസ്റ്റർ ആവണമെന്നുള്ളൊരു ആഗ്രഹം ഒരു കൂടുതലായിട്ട് വന്നത്. 10ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ? +2 കഴിഞ്ഞപ്പോൾ. അതിന് മുന്നായിട്ട് 10ാം ക്ലാസ് കഴിഞ്ഞ് കഴിയുമ്പോൾ ആഗ്രഹം ചെറുതായിട്ട് അമ്മയുടെ അടുത്തുനിന്ന് സൂചിപ്പിച്ചു. ഓക്കെ, അപ്പോൾ അത് എൻ്റെ ചെവിയിലെത്തി. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ആലോചിക്കണ്ട, ഓക്കെ, അത് സമയമാവട്ടെ, ആദ്യം പഠിക്കാൻ നോക്ക്, എന്നിട്ട് പിന്നീട് കാര്യങ്ങൾ നമുക്ക് തീരുമാനിക്കാം എന്നും പറഞ്ഞ് പിന്നെ ആ വിഷയം അവിടെ തീർന്നു. പിന്നീട് അങ്ങനെ ഒരു സംസാരം പിന്നെ ഉണ്ടായിട്ടില്ല. ഓക്കെ, പിന്നെ +2 കഴിഞ്ഞതിന് ശേഷമാണ് എക്സാം കഴിഞ്ഞ് ഉടനെ തന്നെ ഈ ആഗ്രഹം വീട്ടിൽ പറഞ്ഞു, എനിക്ക് സിസ്റ്റം ആവാൻ പോകണമെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു, അത് എനിക്ക് ഒട്ടും താല്പര്യമില്ല. അപ്പോഴും ഞാൻ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, ആദ്യം എന്താണ് പഠിക്കാൻ ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ അത് ആദ്യം പഠിക്കുക, എന്നിട്ട് എന്താ വേണമെന്ന് വെച്ചാൽ തീരുമാനിച്ചാളാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ
ഉദ്ദേശിച്ചെന്ന് വെച്ചാൽ ഒരു അല്പൂടി ഒരു പക്വത ആയിക്കോട്ടെ, ആഹാ. എന്നിട്ട് ഒരു തീരുമാനം എടുത്താൽ മതിയല്ലോ എന്നാണ് എൻ്റെ ഒരു കണക്കൂട്ടായിരുന്നു. കുറച്ചുകൂടി പക്വത വന്നിട്ട് തീരുമാനിച്ചാൽ മതി എന്നായിരുന്നു നമ്മുടെ. അപ്പോഴും ഒരു സിസ്റ്റർ ആവണം എന്നുള്ളൊരു ആഗ്രഹം എനിക്ക്, വിടണമെന്നുള്ളൊരു ആഗ്രഹം എനിക്ക് ഉണ്ടായിരുന്നില്ല. ഓക്കെ. അപ്പോൾ പിന്നെ ഞങ്ങൾക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 മക്കളാണ്. അതിൽ മൂത്തവളാണ് ഗ്രീറ്റി. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആകെ 2 മക്കളല്ലേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ പോകണ്ട വിടണ്ട എന്നുള്ള. ഏതായാലും 12ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ ആള് പോയി. ആള് പോയി എന്ന് വെച്ച് കഴിഞ്ഞാൽ പറഞ്ഞു, ആഗ്രഹം ശക്തമായിട്ട് പറഞ്ഞു കഴിഞ്ഞപ്പോൾ പിന്നെ ഞങ്ങള് അതിന് തടസ്സം നിന്നില്ല. മോക്കടെ ഇഷ്ടം പോലെ ആയിക്കോ ശരി ശരി എന്ന് പറഞ്ഞ് ഞങ്ങള് സന്തോഷത്തോടുകൂടി ഇവിടെയാണ് ഉണ്ടായത്. ഓക്കെ, ശരി. ആളുകൾ താല്പര്യം പറഞ്ഞു. അല്ല, അങ്ങനെ പ്രത്യേക താല്പര്യം പറയാൻ എന്തെങ്കിലും കോൺടാക്ട് ഉണ്ടായിരുന്നു വിജി? എന്തെങ്കിലും അങ്ങനെ ഒരു പ്രത്യേക ഒരു സാഹചര്യത്തിലാണോ? ആദ്യമേ തുടങ്ങി ദൈവഭയത്തിലും നമ്മുടെ പ്രാർത്ഥനയിലും ഒക്കെയാണ് ആള് വളർന്നിരുന്നത്. ഓക്കെ. അത് കണ്ടപ്പോ തന്നെ ഇവളൊരു സന്യാസിനിയാവുമെന്ന് തോന്നിയായിരുന്നോ? ആദ്യമേ തുടങ്ങി ആൾക്ക് താല്പര്യമുണ്ട്, പക്ഷെ നമ്മൾ അതിന് ഇച്ചിരി എതിർപ്പ് നിന്ന കാരണം നമ്മളങ്ങനെ പ്രോത്സാഹിപ്പിച്ചില്ല. പിന്നെ വീട്ടില് 12ാം ക്ലാസ്സിൽ പോകാനായിട്ട് അവർക്ക് ഒരു പ്രേരണയായത് അങ്ങനെ എന്തെങ്കിലും ഒരു പ്രത്യേക സാഹചര്യം? ആള് എപ്പോഴും ദിവ്യകാരുണ്യത്തിനോട് ഒരുപാട് അടുത്ത് നിൽക്കുന്ന വ്യക്തിയാണ് ഗ്രീറ്റി. അപ്പം കുർബാന സ്വീകരണ സമയത്തായാലും വളരെ യേശുവിനെ ഒരു ഉള്ളിൽ വന്നിട്ട് ഭയങ്കര ഒരു പ്രത്യേക ഒരു അനുഭവം ആൾക്ക് ലഭിച്ചിട്ടുണ്ടെന്ന് എന്നോട് പറയാറുണ്ട്. ആദ്യ കുർബാന സ്വീകരണത്തിന് ചെല്ലുമ്പോൾ ഞാൻ പറഞ്ഞു കൊടുത്തു, മോളെ ഇന്ന് കുഞ്ഞീശോ ഉള്ളിൽ വന്ന ദിവസമാണ്, നല്ലോണം പ്രാർത്ഥിച്ചാൽ മോക്ക് വിചാരിക്കുന്ന കാര്യങ്ങളൊക്കെ സാധിച്ചു കിട്ടും എന്നുള്ള രീതിയിൽ പറഞ്ഞ് ഞാൻ അങ്ങനെ കൊടുത്തിട്ടുണ്ട് കുഞ്ഞിനാളി തുടങ്ങി. അപ്പൊ അങ്ങനത്തെ ഒരു പ്രാർത്ഥനാ ചൈതന്യം ആൾക്ക് നേരത്തെ ഉണ്ടായിരുന്നു. ആള് +2 കഴിഞ്ഞപ്പോൾ താല്പര്യം പറഞ്ഞു, സന്യാസ ജീവിതത്തിലേക്ക് പരിശീലനത്തിനായിട്ട് പോയി. ഓക്കെ, കൊള്ളാം, വെരി ഗുഡ്. നിങ്ങളുടെ വീട്ടിലോ? മകളുടെ പേര് പറഞ്ഞ സിസ്റ്റർ മീനു. സിസ്റ്റർ മീനു മാർട്ടിൻ. ഓക്കെ. സിസ്റ്ററിന്റെ ഈ സന്യാസ ജീവിതത്തിലേക്കുള്ള പ്രവേശനത്തിന്റെ ഒരു കഥ ഉണ്ടാവുമല്ലോ, അത് ഞങ്ങളോടൊന്ന് ഷെയർ ചെയ്യാമോ? ആൾക്ക് സന്യാസത്തിലേക്ക് പോകണമെന്നുള്ള ആഗ്രഹമൊന്നും ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഇല്ല. ആള് കുടുംബ യൂണിറ്റിലും ബാക്കി എല്ലാ കാര്യങ്ങളിലും വളരെ സജീവമായിട്ടും എൻ്റെ കുടുംബത്തിലെ എല്ലാ കാര്യങ്ങൾക്കും വീട്ടിലെ അടുക്കളപ്പണിയിലായാലും എല്ലാം വലിയ സന്തോഷത്തിൽ എടുത്തുകൊണ്ടിരുന്ന ഒരാളാണ്. ഞാൻ പണിയുന്നതിൽ വേറെ സഹായിക്കുമായിരുന്നു. അപ്പോൾ നമുക്കൊരു തുണയായിരിക്കും എന്ന് തന്നെയാണ് നമ്മൾ കരുതിയിരുന്നത്. ശരി. സിസ്റ്റർ ആവാൻ പോകണമെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, എവിടെ ഇവള് പോയൊന്നുമില്ല, ഇവള് സിസ്റ്റർ ആവുന്നില്ല എന്ന് തന്നെയാണ് ഞാൻ കരുതിയതും. ധ്യാനത്തിന് പോണ കാര്യം പറഞ്ഞു, നീ പൊക്കോടി എന്ന് തന്നെ ഞാൻ പറഞ്ഞത്. പോവില്ല, ആവില്ല എന്ന് തന്നെ ഞങ്ങള് വിചാരിച്ചു തന്നെ ഇരുന്നത്. പോയാലോ ഒന്നും ആവില്ല. അപ്പൊ അമ്മേനെയും പറഞ്ഞ് സമാധാനിപ്പിച്ചു. പോകുന്നില്ല. നമ്മള് പിള്ളേരെ ജനിക്കുമ്പോ തുടങ്ങി ഡോക്ടർ ആവണം, എഞ്ചിനീയർ ആവണം എന്നൊക്കെ പറഞ്ഞാണ് വളർത്തുന്നത്. അതെ അതെ, നമ്മൾ അങ്ങനെയൊക്കെ പ്രാർത്ഥിച്ച് വളർത്തിക്കൊണ്ടിരുന്ന അങ്ങനെ നമ്മളെ കൊണ്ട് സാധിച്ചിട്ടല്ലെങ്കിലും പറയുന്നത് കാരണന്മാരങ്ങനെയാണല്ലോ. അതെ അതെ. ഞങ്ങളും അതുപോലെ തന്നെ എന്തെങ്കിലും അങ്ങനെ തരത്തിലൊക്കെയാണ് നമ്മളും ചിന്തിച്ചു കൂട്ടി കൊണ്ടുവന്നത്. ആള് പോയി ഒരു ദിവസം ക്യാമ്പ് കഴിഞ്ഞ് വന്നപ്പോ പറയണ, അപ്പ എന്നെ മടത്തി ചേർത്തു ഞാൻ തന്നെ, മാലയിട്ടുകൊണ്ട് ഞാൻ വന്നേക്കണേന്ന് പറഞ്ഞു. ദൈവമേ, ക്യാമ്പിന് പോയിട്ട് തന്നെ ആള് ഓൾറെഡി തീരുമാനം എടുത്ത് അവള് ഞാൻ മടത്തി ചേർന്നു, മാല ഇട്ടാണ് വന്നേക്കണേന്ന് അപ്പനോട് പറയാണ്. എന്നോട് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഈ മാലയിൽ ഇട്ടേക്കണേ, അതുകൊണ്ട് കുഴപ്പമില്ല, നമുക്കത് ഊരി വെക്കാം എന്ന് പറഞ്ഞു. പക്ഷെ ആള് വളരെ ശക്തമായിട്ട് എന്നോട് എതിർത്ത് പറഞ്ഞു. ഞാൻ പറഞ്ഞു, നീ +2 കഴിഞ്ഞിട്ട് പോയാൽ മതി, നിനക്കൊരു തിരിച്ചറിവൊക്കെ ആവട്ടെ എന്നൊക്കെ പറഞ്ഞപ്പോൾ പറഞ്ഞു, അപ്പ ആഗ്രഹം എനിക്ക് വന്നത് ഇപ്പോഴാണ്, ഈ ആഗ്രഹം വന്ന സമയത്ത് ഞാൻ പോവും എന്ന് നമ്മുടെ ഡോക്ടർ മോഹോ എഞ്ചിനീയർ മോഹോ ഒക്കെ പോയി. അങ്ങനെ നമ്മൾക്ക് ആഗ്രഹം അങ്ങനെ ഉണ്ടായിരുന്നെങ്കിലും ഇതാണ് ദൈവവിളി. നമ്മൾ കൊടുക്കുന്നതല്ല, ദൈവം കൊടുക്കുന്നതാണ് ദൈവവിളി എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. എൽസിക്ക് എന്ത് തോന്നുന്നു? അതിന് പ്രത്യേക എന്തെങ്കിലും ഒരു സാഹചര്യത്തിലാണോ പോകുന്നത്? അങ്ങനെ 8ാം ക്ലാസ് കഴിഞ്ഞപ്പോ തുടങ്ങി പറഞ്ഞായിരുന്നു. സങ്കടം വരുന്നുണ്ടല്ലോ ഇതൊക്കെ പറയുമ്പോ, അല്ലേ? സന്തോഷം കൊണ്ട് ചിരിക്കുന്നതായിരിക്കും അല്ലേ? ഓക്കെ. കഴിഞ്ഞപ്പോ അപ്പൊ ഞങ്ങൾ പറഞ്ഞു, വേണ്ട, പോകണ്ട, മഠത്തിലൊന്നും പോകണ്ട, ഇവിടെ 3 പേരുള്ളെങ്കിലും ഞങ്ങള് എങ്ങനെയെങ്കിലും ഒക്കെ നോക്കിക്കോളാം, നീ അതൊന്നും പറയണ്ട ഇവിടെ എന്ന് പറഞ്ഞു. അപ്പൊ പറഞ്ഞ, അതല്ല ഞാൻ പോവും എന്ന് പറഞ്ഞു. അപ്പൊ പിന്നെ ഞങ്ങളൊന്നും വേണ്ടിയില്ല. പിന്നെ ആള് 10ാം ക്ലാസ് കഴിഞ്ഞ വർഷമാണ് എനിക്കൊരു ഓപ്പറേഷൻ ഉണ്ടായി. അപ്പൊ ഓപ്പറേഷൻ കഴിഞ്ഞ് വന്നിരുന്നിട്ട് പിറ്റേ മാസമാണ് ആള് പോകാനായിട്ട് ജൂൺ 1-ാം തീയതി കൊണ്ടുവന്നാക്കണമെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, എടി ഞാനിപ്പോ ഓപ്പറേഷൻ കഴിഞ്ഞ് വന്നല്ലേ ഉള്ളൂ, അപ്പൊ ഇപ്പൊ പോണ്ട, +2 കഴിഞ്ഞിട്ട് പോവാ അങ്ങനെയാണെന്ന് പറഞ്ഞു. അത് അമ്മക്ക് തോന്നുമ്പോഴല്ല പോണേ, എനിക്ക് തോന്നുമ്പോഴേ പോണ്ടേ എന്ന് പറഞ്ഞു. അപ്പൊ പിന്നെ ഇനിയിപ്പോ നമ്മളൊന്നും അങ്ങനെ വേറെ ഒന്നും പറയാൻ പോയില്ല. പിന്നെ ആള് പള്ളിയില് എല്ലാത്തിലും ഭയങ്കര ആക്റ്റീവായിരുന്നു. CML അതിരൂപതയുടെ സെക്രട്ടറി വരെ ആയിരുന്നു ആള്. അത്രയ്ക്ക് വളരെ ആക്റ്റീവായിട്ട്. പിന്നെ പഠിച്ചത് ചെങ്ങലൂർ സ്കൂളിലാണ്.
അപ്പൊ സിസ്റ്റേഴ്സിന്റെ സ്കൂളിലാണ് പഠിച്ചത്. സിസ്റ്റേഴ്സിന്റെ സ്കൂൾ. Okay. അപ്പൊ അങ്ങനെ നല്ല സ്വാധീനം അവിടെ നിന്ന് ഉണ്ടായിട്ടുണ്ടാവും. ഓക്കെ. അപ്പൊ ആള് സന്യാസ ജീവിതത്തിലേക്ക് പോകാമെന്ന് പറഞ്ഞപ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഒരു ടെൻഷൻ ഉണ്ടായോ? ടെൻഷൻ ഉണ്ടായി. അല്ലേ? എന്തോർത്തിട്ട് നിങ്ങൾ ടെൻഷൻ ആയത്? അതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഇവള് പോണുണ്ട്, ഇനി ഇത് പൂർത്തിയാക്കോ, ഈ ഉടുപ്പ് കിട്ടാൻ അത്രയും നാള് നിക്കുവോ? കാരണം അവിടെ കുറെ പിള്ളേര് പോന്നിട്ടുണ്ട്, പോയ പിള്ളേര് പോന്നിട്ടുണ്ട്. ഓക്കെ. അങ്ങനെ ഒരു ടെൻഷൻ ഞങ്ങൾക്ക് ഉണ്ടായി. നിക്കുവോ ഇനി ഇപ്പൊ ആൾക്കാരുടെ മുമ്പിൽ നമ്മൾ നാണം കെടോ? അങ്ങനെ നാണം കെടോന്ന് വെച്ച് വേറെ ഒന്നും വിചാരിച്ചിട്ടല്ല. നിക്കുവോ ഇനി ഇപ്പൊ ആളെ കുറച്ച് കഴിഞ്ഞ് കഴിയുമ്പോ അയ്യോ എനിക്ക് പറ്റില്ല, ഇവളുടെ കൂടെ പോയവരൊക്കെ പോന്നായിരുന്നു. അല്ല, നേരത്തെ അപ്പച്ചൻ പറഞ്ഞതുപോലെ തന്നെ മകള് കുറച്ചും കൂടിയൊക്കെ പഠിച്ച് നമ്മുടെ വീട്ടില് സാമ്പത്തികമായിട്ടും എല്ലാം കൊണ്ടും ഒക്കെ വളരണം, അങ്ങനെ നല്ലൊരു ജോലി അവൾക്ക് വേണം എന്നൊക്കെ ഒരു ആഗ്രഹം നിങ്ങളുടെ മനസ്സിൽ ചെറുപ്പം മുതൽ ഉണ്ടായിരുന്നില്ലേ? ഉണ്ടായി. പിന്നെ ആളെ സംബന്ധിച്ചിട്ടുണ്ടെങ്കിൽ പുള്ളിക്കാരത്തേക്ക് എല്ലാത്തിനും നല്ല കഴിവുണ്ട്. പ്രതീക്ഷ വന്നതാളില്. കാരണം ഡ്രൈവിങ് അങ്ങനെ എല്ലാത്തിലും ഭയങ്കര ഒരു കഴിവുള്ള ആളാണ്. അപ്പൊ ഞങ്ങൾ പ്രതീക്ഷിച്ച് മൂത്ത ആൾക്ക് ഭയങ്കര പേടിയാണ് ഡ്രൈവിങ്ങിലൊക്കെ. അപ്പൊ ഇങ്ങനത്തേനെ നമുക്ക് എങ്ങനെയായാലും ഒക്കെ എന്തെങ്കിലും ഒക്കെ ആക്കാം എന്ന ആ ഒരു പ്രതീക്ഷയായിരുന്നു. പക്ഷെ പോന്ന് പറഞ്ഞ നിർബന്ധം നിരാശപ്പെടുത്തി. എന്നാലും പിന്നെ പോയി കഴിഞ്ഞപ്പോ നമ്മൾ പിന്നെ അതിനകത്ത് ഒന്നും പറയാൻ പോയി, നിരുത്സാഹപ്പെടുത്താൻ പോയില്ല. നിങ്ങൾ അതിനോട് സഹകരിച്ചു. ഓക്കെ. അപ്പോൾ ആൾക്കുണ്ടായ ആഗ്രഹത്തെ നമ്മൾ അത്ര അങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റിയില്ലെങ്കിലും പിന്നീട് നമ്മൾ അതിനെ ഉൾക്കൊണ്ട് മുമ്പോട്ട് പോയി അല്ലേ? ഓക്കെ, ശരി, വെരി ഗുഡ്. ഇന്നത്തെ കാലഘട്ടത്തിൽ നിങ്ങൾക്കറിയാം ഈ സന്യാസ ജീവിതത്തിലേക്കുള്ള വിളി എന്ന് പറഞ്ഞാൽ ഇപ്പം മക്കൾ പോകണമെന്ന് പറഞ്ഞാൽ മാതാപിതാക്കൾ തന്നെ പലപ്പോഴും നിരുത്സാഹപ്പെടുത്താനാണ് പതിവ്. ഇപ്പോൾ ചില മക്കൾ 10ാം ക്ലാസ് കഴിയുമ്പോൾ 12ാം ക്ലാസ് കഴിയുമ്പോൾ ഒക്കെ സന്യാസത്തിന് പോകണം എന്ന് പറയുമ്പോൾ മാതാപിതാക്കൾ പൊതുവേ നിരുത്സാഹപ്പെടുത്താണ് അല്ലേ? നിങ്ങളുടെ മക്കൾ ഇങ്ങനെ പോയി കഴിഞ്ഞപ്പോൾ നിങ്ങളുടെ അയൽവക്കക്കാരോ ബന്ധക്കാരൊക്കെ നിരുത്സാഹപ്പെടുത്തിയോ? അങ്ങനെ എന്തെങ്കിലും അനുഭവം നിങ്ങൾക്ക് ഉണ്ടോ? നിരുത്സാഹപ്പെടുത്തിയില്ല, പക്ഷേ പലർക്കും ഒരു അഭിനന്ദനത്തിന്റെ രീതിയായിരുന്നു. അഭിനന്ദിച്ചു. പോസിറ്റീവായിട്ടാണ് അതിനെ കണ്ടത്. അതെ അല്ലേ? ഓക്കെ. നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പൊ ഈ മക്കള് ഇങ്ങനെ പോകും അല്ലെങ്കിൽ രണ്ടുപേരും പോകാന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ടെൻഷൻ ഉണ്ടായോ? എന്നെ സംബന്ധിച്ചിടത്തോളം യാതൊരു ടെൻഷൻ ഉണ്ടായില്ല. കാരണം എനിക്കറിയാം പണ്ടേ ടെൻഷൻ ഇല്ലല്ലോ. അതല്ല, സന്യാസ ജീവിതത്തിന്റെ മഹത്വം അതെനിക്ക് ശരിക്കും അറിയാം. കാരണം അത് ദൈവത്തിന്റെ ഒരു വിളിയാണെങ്കിൽ നമ്മൾ ഇടയ്ക്ക് കയറേണ്ട കാര്യമില്ല. അതെനിക്ക് വളരെ സന്യാസ ജീവിതത്തിന്റെ മഹത്വമൊക്കെ എങ്ങനെ മനസ്സിലാക്കി ടോണി? അത് നമ്മൾ പലപ്പോഴും വായിച്ചും, അല്ലാതെ ഇപ്പൊ എന്റെ പെങ്ങള് കന്യാസ്ത്രീയാണ് അവള്. ഓക്കെ. നമ്മുടെ ഓൺ സിസ്റ്റർ തന്നെ സഭയിലുണ്ട് അല്ലേ, മനസ്സിലുണ്ട്. ഓക്കെ. അപ്പൊ അങ്ങനെ ആ സന്യാസ ജീവിതത്തിന്റെ മഹത്വം എന്താണെന്ന് നമ്മൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട് അല്ലേ? അതെ. അപ്പൊ ഈ മക്കളിൽ ആരെങ്കിലും സിസ്റ്റർ ആയിരുന്നെങ്കിൽ എന്ന് ചെറുപ്പത്തിൽ ആഗ്രഹിച്ചിട്ടുണ്ടോ? ഞാനങ്ങനെ ഭാവിയെക്കുറിച്ച് അങ്ങനെ വലിയ കണക്കൂട്ടുകളൊന്നും കൊണ്ടുവരാറില്ല. എല്ലാം ദൈവത്തിന് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്യുന്നു, ദൈവം നടത്തുന്നു എന്നല്ലാതെ നമ്മൾ മുൻകൂട്ടി ഇന്ന ആള് കന്യാസ്ത്രീ ആവണം അല്ലെങ്കിൽ അച്ഛനാവണം ആ രീതിയിലുള്ള ചിന്താഗതി എനിക്ക് ഉണ്ടായിരുന്നില്ല. ഓക്കെ. പക്ഷെ അവര് സന്യാസ്ത്രീക്ക് പോയപ്പോ അത് വലിയൊരു വിളിയാണെന്ന്. അതെ അതെ, അങ്ങനെ ഒരു ബോധ്യം നമുക്ക് ഉണ്ടായിരുന്നു. ഞാനതിന് ചെറുക്കാനും പോയില്ല. പിന്നെ നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മൾ ഒരു കാലഘട്ടം വരെ വെച്ചുകൊണ്ടിരിക്കേണ്ട ആവശ്യം, ദൈവം എപ്പോൾ വിളിക്കുന്നു അപ്പോൾ പോവുക. കാരണം വെച്ച് കഴിഞ്ഞാൽ ലോകത്തിന്റെ പ്രലോഭനങ്ങൾ വഴി ഒരു വീണ് പോകാം. ശരി. അപ്പം നമ്മൾ പ്രൊട്ടക്ഷനായിട്ട് നിൽക്കുക. ഓക്കെ. കാരണം ഇപ്പോൾ ഒരു +2 ഒരു ഗവൺമെന്റ് സ്കൂളിലൊക്കെ കഴിഞ്ഞ് വരുമ്പോഴേ ഈ വിളി ഉണ്ടാവണമെന്നില്ല. അപ്പോൾ എത്രയും നേരത്തെ പിന്നെ എനിക്ക് പല രീതിയിലും കൗൺസിലേഴ്സ് വഴി ഇങ്ങനെ കിട്ടിയിരുന്നു, സിസ്റ്റർ പോകുന്നതായിട്ട് കിട്ടിയിരുന്നു. അങ്ങനെ ധ്യാനിക്കാനൊക്കെ പോയപ്പോൾ അതുപോലത്തെ വെളിപ്പെടുത്തലുകളൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. മക്കള് ഇതുപോലെ സന്യാസ ജീവിതം ഇഷ്ടപ്പെടുന്നു. ഞാൻ സ്ഥിരമായിട്ട് കാണുന്ന ഒരു കൗൺസിലർ ഉണ്ടായിരുന്നു. പുള്ളി ആദ്യത്തെ കുട്ടി പോയത് ഞാൻ പറഞ്ഞിരുന്നു. രണ്ടാമത്തെ ആള് പോകാൻ താല്പര്യം പറഞ്ഞപ്പോൾ ഈ ബ്രദർ എൻ്റെ അടുത്ത് ചോദിച്ചു, വീട്ടിൽ 2 പേര് സിസ്റ്റേഴ്സ് ആയോ എന്ന് ചോദിച്ചു. എന്താ ചോദിച്ചതെന്ന് ചോദിച്ചു. 2 പേര് ഉടുപ്പിട്ട് കാണുന്നുണ്ടെന്ന് പറഞ്ഞു. ഒരാളൊരു കാപ്പി കളറും ഒരാൾ ആഷ് കളറും ഉണ്ട്. അത് ശരി. അത്രമാത്രം അവര് വ്യക്തമായിട്ട് വെളിപ്പെടുത്തി തരാണ്. അപ്പൊ ആഷ് കളർ ഹോളി ഫാമിലിയാണ്, അവള് ഹോളി ഫാമിലിയിലേക്ക് പോയത്. അപ്പൊ കാപ്പി കളർ CMC ശരിക്കും ഞാൻ മനസ്സിലാക്കിയിരുന്നു വെള്ളയാണെന്നാണ് അവർ ഡ്രസ്സ്. പക്ഷെ അവർ ഔദ്യോഗിക ഡ്രസ്സ് കാപ്പി കളറാണ്. അതെ, കാപ്പി കളറാണ്. ശരിയാ. ദൈവം തീരുമാനിച്ച കാര്യമാണ്, പിന്നെ നമ്മൾ അടക്കി നിൽക്കേണ്ട കാര്യം. സന്യാസം ദൈവം തീരുമാനിച്ചതാണ്. അതുകൊണ്ട് മക്കള് ഈ സന്യാസ ജീവിതത്തിലേക്ക് പോകണമെന്ന് പറഞ്ഞപ്പോൾ നമുക്ക് യാതൊരു വിധത്തിലുള്ള സങ്കോചവും ഒരു ടെൻഷനും വളരെ സന്തോഷമായിരുന്നു. ഓക്കെ. എങ്ങനെയാണ് അമ്മച്ചി എങ്ങനെയാണ് കണ്ടത്? മിക്കവാറും ഈ അമ്മച്ചിമാർക്കാണല്ലോ കുറച്ചും കൂടി ടെൻഷൻ വരുന്നത്. ഇല്ല, എനിക്ക് അങ്ങനെ ടെൻഷൻ ഇല്ല. നമ്മൾ മക്കളുടെ ഇഷ്ടത്തിന് നല്ല കാര്യമുള്ള മക്കള് പറയണം. അതെ അതെ. അപ്പൊ അതുകൊണ്ട് എനിക്ക് അങ്ങനെ ടെൻഷൻ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ഒരുമിച്ച് നിന്നിട്ട് ദൈവത്തിന്റെ ഹിതമാണിതെങ്കിൽ അത് നടപ്പിലാകണം എന്നുള്ള അല്ലേ? പുറമേ നിന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ ബന്ധക്കാരെ അയൽവക്കക്കാരൊക്കെ നല്ല സപ്പോർട്ടായിരുന്നു അല്ലേ? അങ്ങനെ എതിരൊന്നും ആരും പറഞ്ഞില്ല. ഓക്കെ, കൊള്ളാം. അങ്ങനെ 2 മക്കൾ സന്യാസത്തിലേക്ക് പോയി. ജോയ് നേരത്തെ സൂചിപ്പിച്ചു, ഞാൻ നേരത്തെ തന്നെ കല്യാണത്തിന് മുമ്പേ തന്നെ ആഗ്രഹിച്ചതാണ്
മക്കൾ ഒരാള് ഒരു സന്യാസിനിയായി കാണണം എന്നുള്ള ഒരു താല്പര്യം അല്ലേ? ഓക്കെ. അപ്പൊ ഈ മകൾ ഇതുപോലെ വളർന്നു വന്ന് ഇപ്പൊ ഈ താല്പര്യം പ്രകടിപ്പിച്ചല്ലോ. അപ്പൊ എന്താ തോന്നിയത്? അല്ല, ഞങ്ങൾക്ക് സന്തോഷമാണ്, പോണ കാര്യത്തിന് ഞങ്ങൾക്ക് സന്തോഷം ഉണ്ടായിരുന്നു. ആഹാ. അമ്മച്ചിക്കോ? എനിക്ക് സന്തോഷമൊക്കെ തന്നെയാണ്. കാരണം എന്നാലും ചേട്ടനോടത്തോളം ആഗ്രഹം ഉണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു. ഒപ്പം തന്നെ ഭർത്താവിന്റെ ഒപ്പം തന്നെ എനിക്കും ആഗ്രഹം വന്നു. പിന്നെ വന്നു ആള് ദൈവം തന്ന ദാനാണല്ലോ മക്കള്. അതെ. അപ്പൊ ആ മക്കളെ ദൈവത്തിന് കൊടുക്കാന്ന് പറഞ്ഞ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു സന്തോഷമാണ്. ആഹാ. അപ്പൊ ഞങ്ങൾ രണ്ടുപേരും ഈ കാര്യത്തില് സന്തോഷാണ്. ശരി. അപ്പൊ ഞാൻ നോക്കട്ടെ, ഇന്ന് ചില അപ്പച്ചമാരും അമ്മച്ചിമാരൊക്കെ അത്ര സന്തോഷിക്കുന്നില്ലല്ലോ, അതെന്താണത്? അതിന്റെ കാരണം എന്ന് വെച്ചാൽ ഈ കാലഘട്ടത്തിന്റെ ഒരു പോക്കിലൂടെ പോകുമ്പോൾ തീർച്ചയായിട്ടും ആരും നിത്യജീവനെ കുറിച്ച് അല്ലെങ്കിൽ എന്താണ് നമ്മുടെ ലക്ഷ്യ ജീവിതത്തിലേക്ക് വന്നിട്ടെന്നുള്ളൊരു ചിന്തയില്ല. രണ്ടാമത്തെ കാര്യം, ഇത് യേശുവിൻ്റെ അടുത്തേക്കാണ് പോണത്, അല്ലെങ്കിൽ യേശുവിനെ ലക്ഷ്യം വെച്ചിട്ടാണ് പോണെന്നല്ല, അതൊരു മഠത്തിലേക്ക് പോണ സിസ്റ്റേഴ്സിനെയാണ് എല്ലാവരും കാഴ്ചപ്പാടില്. മറ്റുള്ളവർ കാണുന്നത് സിസ്റ്റേഴ്സിനെ മാത്രമേ കാണുന്നുള്ളൂ. അപ്പൊ അവരുടെ കൂടെ ജീവിക്കുമ്പോൾ സ്വാതന്ത്ര്യം പോവും. ഇന്നത്തെ വിവാഹ ജീവിതം പോലെ അല്ലല്ലോ. അപ്പൊ അങ്ങനെ ഒരു കാഴ്ചപ്പാടില് മക്കളെ അങ്ങോട്ട് വിട്ടുകൊടുക്കാന്ന് പറയുന്നത് ഒരു വലിയ പ്രയാസമുള്ള ഒരു കാര്യമാണ്. അത് ജീവിതത്തിൽ ആ ദൈവമായിട്ടുള്ള ബന്ധത്തിൽ നിന്ന് വരുമ്പോഴാണ് നമുക്കത് വിട്ടുകൊടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ കുറച്ചുകൂടി മക്കളെയൊക്കെ ദൈവത്തിനോട് ചേർത്ത് അടുപ്പിച്ച് അല്ലെങ്കിൽ ദൈവമായിട്ടുള്ള ബന്ധത്തിൽ നിർത്തുമ്പോൾ ദൈവം ചോദിക്കുമ്പോൾ നമുക്ക് കൊടുക്കാൻ പറ്റും. അതായത് മാതാപിതാക്കൾ പറയാൻ പറ്റില്ല. മാതാപിതാക്കൾ പലരും ഈ ലോകത്തിലെ ചെറിയ ചെറിയ കാര്യങ്ങളിലേക്കാണ് നോക്കുന്നത് അല്ലേ? അവർക്കൊരു ജോലി അല്ലെങ്കിൽ അങ്ങനെ ഒരു ജീവിതം അത്രമാത്രം കാണുന്നുള്ളൂ. നിത്യജീവൻ യേശു ക്രിസ്തുവിലെ അരികത്തേക്കാണ് ഇവർ പോകുന്നത്. അങ്ങനെ ചിന്തിക്കുമ്പോഴാണ് നമുക്ക് ഇത് വളരെ സന്തോഷം. നമ്മൾ നേടിയെടുക്കുന്നതല്ല, ദൈവം തന്നതാണ്. നമ്മൾ മക്കളെ വളർത്താൻ മാത്രമായിട്ട് ഏൽപ്പിച്ചെന്നേക്കണം മാതാപിതാക്കളാ. അപ്പൊ ആ ദൈവത്തിന് ഏറ്റവും ഇഷ്ടപ്പെട്ടത്, നമുക്ക് വിലപ്പെട്ടത് കൊടുക്കുന്നതാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു. വെരി ഗുഡ്, വെരി ഗുഡ്. അപ്പൊ അതായത് നമ്മുടെ ജീവിതത്തിൽ ദൈവം തന്ന ഏറ്റവും വലിയ ദാനമാണ് നമ്മുടെ മക്കള്. ആ ദൈവത്തിന് ഏറ്റവും വിലപ്പെട്ട് നൽകുന്നതാണ് ശരിക്കും സ്നേഹം അല്ലെ? അങ്ങനെ ദൈവത്തോടുള്ള സ്നേഹത്തെ പ്രതിയാണ് മക്കളുടെ സന്യാസത്തെ പ്രോത്സാഹിപ്പിച്ചത്. കൊള്ളാം, വെരി ഗുഡ്, കൊള്ളാം. നിങ്ങളുടെ അഭിപ്രായത്തിൽ എങ്ങനെയാണ് നിങ്ങൾ സന്യാസ ജീവിതത്തിലേക്ക് മകൾ പോകുന്നു പറഞ്ഞപ്പോ പെട്ടെന്നുണ്ടായ ഒരു ഫീല്? നിങ്ങൾ നേരത്തെ സൂചിപ്പിച്ചു അത്ര അങ്ങോട്ട് വലിയ പ്രോത്സാഹിപ്പിച്ചില്ല എന്നല്ലേ? അതെ. പിന്നെ ഈ മറ്റുള്ളവരൊക്കെ നിങ്ങളോട് എങ്ങനെ പ്രതികരിച്ചത്? അത് മറ്റുള്ളവരെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് നെഗറ്റീവ് അഭിപ്രായം ഉണ്ടായിരുന്നു, പോസിറ്റീവ് അഭിപ്രായം ഉണ്ടായിരുന്നു. കുറച്ച് പേര് പറഞ്ഞു അത് എന്തിനാ അങ്ങനെ വിട്ടെ, അതിന്റെ ആവശ്യം ഉണ്ടായില്ല എന്നുള്ള അഭിപ്രായക്കാരും ഉണ്ടായി. പിന്നെ കുറെ പേര്, കൂടുതൽ പേരും അതിന് നല്ല അഭിപ്രായം പറഞ്ഞു. നല്ല അഭിപ്രായമാണ്. അത് പറഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാല് അത് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഒരു മകളുണ്ടല്ലോ. അപ്പൊ നിങ്ങൾ അങ്ങനെ ഒരു മകൾ ഒരു ആഗ്രഹം പറഞ്ഞപ്പോ നിങ്ങൾ സന്തോഷിക്കുകയാണ് വേണ്ടത്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ അങ്ങനെ ഒരു മക്കള് സന്യാസ ജീവിതത്തിലേക്ക് പോകുന്ന വെച്ചാൽ വളരെ ചുരുക്കമുള്ളൂ. അപ്പൊ അതിൽ നിങ്ങൾ അഭിമാനിക്കല്ലേ വേണ്ടത് എന്ന് പലരും പോസിറ്റീവ് അഭിപ്രായങ്ങൾ കൂടുതൽ കിട്ടി. ശരി. പിന്നെ പൊതുവെ മാതാപിതാക്കള് നിരുത്സാഹപ്പെടുന്ന രീതി കണ്ടിട്ടുണ്ട് അല്ലെ? അതെന്തുകൊണ്ടാണെന്നാണ് നിങ്ങൾ കരുതുന്നത്? അത് അങ്ങനെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇപ്പോഴത്തെ കാലഘട്ടങ്ങളിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ 1-2 മക്കളല്ലേ ഉള്ളൂ. അപ്പൊ അത് സന്യാസ ജീവിതത്തിലേക്ക് വിടാനായിട്ട് ചിലവർക്ക് ചിലപ്പോൾ താല്പര്യം ഉണ്ടാവില്ല. ഈ മക്കളുടെ എണ്ണം കുറവായതുകൊണ്ടാണ് താല്പര്യം ഇല്ലാത്തത് ആയിരിക്കാം. ജീവിതത്തില് ദൈവം തന്ന മക്കളായിട്ട് അവർ കണ്ട് അവര് ദൈവത്തിന് കൊടുക്കുക, അങ്ങനെ ഒരു ചിന്തയൊക്കെ സഭയില് പലരൊക്കെ പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. പക്ഷെ അതൊന്നും പല കുടുംബങ്ങളെ യേശുന്നില്ല. അത് പല കുടുംബങ്ങളിലും യേശുന്നില്ല. ഇതിപ്പോ എന്നെ സംബന്ധിച്ച് കഴിഞ്ഞാല്, ഇപ്പൊ എന്റെ മോളെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞാല് ചെറുപ്പം മുതൽ ആള് എന്ന് വെച്ചാൽ പ്രാർത്ഥന ഒരു ചൈതന്യം എന്റെ മകളിൽ ഞാൻ കണ്ടിട്ടുണ്ട്. അത് മക്കളിൽ 2 പേരിലുണ്ട്. അത് ഇപ്പൊ മകളിൽ എന്ന് വെച്ച് കഴിഞ്ഞാല് മകള് ചെറുപ്പം മുതൽ എന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ നമ്മുടെ ഈ ക്രിസ്ത്യൻ ധ്യാനങ്ങളൊക്കെ ഉണ്ടല്ലോ, മിക്കവാറും ഈ വെക്കേഷനിലെ എല്ലാ വെക്കേഷനിലും ധ്യാനത്തിനും പോയിട്ടുണ്ട്. എല്ലാ വെക്കേഷനിലും ഒരു വർഷവും മുടങ്ങാതെ. അത് നമ്മുടെ ഈ CMC സിസ്റ്റേഴ്സിന്റെ സ്കൂളിലാണ് 10th വരെ പഠിച്ചത്, LKG മുതൽ. അപ്പൊ ചെറുപ്പം മുതലേ തന്നെ മകൾക്കൊരു പ്രാർത്ഥനാ ചൈതന്യം, ഒരു ധ്യാനത്തോടുള്ള ഒരു പോസിറ്റീവായ സമീപനം ഉണ്ടായിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് ഇങ്ങനെ ഒരു താല്പര്യം പറയുന്നത്. അതെ. അപ്പൊ ആളുടെ ഒരു ബോധ്യത്തിൽ നിന്ന് വരുന്നതാണ്. അപ്പൊ നമ്മൾ വെച്ചിട്ട് ധ്യാനത്തിന് പോകണം എന്ന് പറയുമ്പോൾ നമ്മളതിനെ ഒരു തടസ്സം നിന്നിട്ടില്ല. മോള് പോയിക്കോ, നല്ല കാര്യമല്ലേ. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോഴത്തെ കാലഘട്ടങ്ങളിൽ വെച്ച് കഴിഞ്ഞാൽ വഴിതെറ്റി പോകാനല്ലല്ലോ, മോള് നല്ല കാര്യമാണല്ലോ പറഞ്ഞത്. എന്നാലും മകളെ കുറിച്ച് വേറെ ചില സ്വപ്നങ്ങൾ ഉണ്ടായിരുന്നില്ലേ? ഉണ്ടായിരുന്നു, തീർച്ചയായിട്ടും. ഞാനെന്ന് വെച്ച് കഴിഞ്ഞാല് ഞാൻ ഒരു സന്യാസ ജീവിതത്തിലേക്ക് വിടണമെന്ന ആഗ്രഹം എനിക്ക് എൻ്റെ മനസ്സിലുണ്ടായിരുന്നില്ല. അപ്പൊ ഞാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു ഹോസ്പിറ്റലിൽ ആണ് വർക്ക് ചെയ്യുന്നത്. അപ്പൊ എനിക്കൊരു മെഡിസിൻ വിടണമെന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടായി. കാരണം പല സുഹൃത്തുക്കൾ ഡോക്ടേഴ്സൊക്കെ ആയിട്ട് ഇങ്ങനെ സംസാരിച്ച് വരുമ്പോൾ അവരും എന്നോട് പറയായിരുന്നു ഈ ഫീൽഡിലേക്ക് താല്പര്യം ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ മക്കൾക്ക് താല്പര്യം ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് താല്പര്യമുണ്ട്, അപ്പൊ എനിക്കൊരു സപ്പോർട്ട് തന്നോട്ടോ മക്കൾക്ക് വേണ്ടിയിട്ട് എന്ത് ഞാൻ പറയാറുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ ഒരു ആഗ്രഹം എന്റെ മനസ്സിൽ. മകളെ കുറിച്ച് ഒരു സ്വപ്നം
നമ്മുടെ മനസ്സിലുണ്ടായിരുന്നു. ഉണ്ടായിരുന്നു. നമ്മൾ മെഡിസിൻ പഠിപ്പിച്ച് നല്ലൊരു ഡോക്ടർ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു ശുശ്രൂഷ ചെയ്യുന്ന ഒരാളായിരിക്കണം എന്നൊരു സ്വപ്നം ഉണ്ടായിരുന്നു. എന്റെ മനസ്സിലുണ്ടായിരുന്നു. അമ്മച്ചിക്ക് തോന്നി അങ്ങനെ ക്രിസ്തുവിന്റെ മണവാട്ടിയായിട്ടാണല്ലോ പോയത്. അതുകൊണ്ട് ഞങ്ങൾ വളരെ അല്ല, സന്തോഷം. പെട്ടെന്ന് കേട്ടപ്പോ നമുക്കൊരു അന്ന് ഞങ്ങൾക്ക് സഹിക്കാൻ പറ്റിയില്ലായിരുന്നു അത്. അന്ന് സഹിക്കാൻ പറ്റിയില്ലല്ലേ? അന്ന് അത് ഭയങ്കര ഒരു ഷോക്കായി പോയി അല്ലേ? അത് കഴിഞ്ഞ് പിന്നെ എങ്ങനെയാ അതിനോട് പൊരുത്തപ്പെട്ടത്? പിന്നെ പൊരുത്തപ്പെട്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങള് പിന്നെ ഞങ്ങളുടെ മനസ്സിനെ പറഞ്ഞു പഠിപ്പിച്ചു. ഞങ്ങൾക്ക് ഈശോ തന്ന കുട്ടിയാണല്ലോ. ഓക്കെ. ഒരുപാട് പ്രശ്നങ്ങള് അവക്കടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഇങ്ങനെ വേദനകള്, രോഗങ്ങളൊക്കെ വന്നു. അപ്പൊ അതിൽ നിന്നൊക്കെയും ഈശോ ആണ് കൈപിടിച്ച് ഞങ്ങൾക്ക് കിട്ടില്ല എന്ന് പറഞ്ഞ സാഹചര്യത്തിൽ ഞങ്ങൾക്ക് തന്നത് ഈശോ ആണ്. ചെറുപ്രായത്തില് മകൾക്ക് അസുഖം വന്നപ്പോഴൊക്കെ 2.5 വയസ്സുള്ളപ്പോ ഞങ്ങളുടെ കയ്യിൽ നിന്ന് വിട്ടുപോയതാണ്. ഞങ്ങൾക്ക് ദൈവമായിട്ടാണ് തിരിച്ചു തന്നത്. അപ്പൊ ദൈവത്തിന് തന്നെ വേല ചെയ്യാൻ പോട്ടെ എന്ന് വിചാരിച്ച് ഞങ്ങൾ രണ്ടുപേരും സന്തോഷത്തോട് അപ്പൊ നിങ്ങളുടെ സ്വപ്നമൊക്കെ മാറ്റിവെച്ച് ദൈവത്തിന്റെ സ്വപ്നത്തോട് അങ്ങ് ചേർന്നു. അങ്ങനെ മകളെ സന്തോഷത്തോടെ സന്യാസ ജീവിതത്തിലേക്ക് നയിച്ചു അല്ലേ? കൊള്ളാം, വെരി ഗുഡ്, കൊള്ളാം. അപ്പൊ നിങ്ങളൊക്കെല്ലാം നിങ്ങളുടെ മക്കളുടെ ഈ വൊക്കേഷൻ സ്റ്റോറി, അവരെങ്ങനെ സന്യാസ സഭയിലേക്ക് അല്ലെ സന്യാസ ദൈവവിളിയിലേക്ക് വന്നു എന്ന കഥ നമ്മളോട് പറഞ്ഞു. നിങ്ങൾ ദൈവത്തിന്റെ ഹിതം മനസ്സിലാക്കി. ആദ്യമൊക്കെ നിങ്ങളുടെ മക്കളെക്കുറിച്ച് ചില സ്വപ്നങ്ങളുണ്ടായിരുന്നു. ചിലർക്ക് അവർ സിസ്റ്റർ ആവണമെന്ന് തന്നെ സ്വപ്നം കണ്ടു, ചിലർക്ക് സിസ്റ്റർ അല്ല വേറെ ചില ശുശ്രൂഷകൾ അല്ലെങ്കിൽ വേറെ ചില ജോലികൾ സ്വപ്നം കണ്ടു. പക്ഷേ അതെല്ലാം മാറ്റം വന്ന് മക്കൾ തുറന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ മറ്റേത് വെല്ലുവിളികളെയും അതിജീവിച്ച് നിങ്ങൾ അവരെ പിന്തുണച്ചു. ഓക്കെ, കൊള്ളാം. പ്രിയമുള്ള പ്രേക്ഷകരെ, ഇന്നത്തെ കാലഘട്ടത്തിൽ സന്യാസ ജീവിതത്തിലേക്ക് ഒരു മകൾ പോകാമെന്ന് പറയുമ്പോൾ പൊതുവെ പല മാതാപിതാക്കളും നിരുത്സാഹപ്പെടുത്തുന്നതാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. നമ്മുടെ ഇവിടെയും ഇവിടെ ഇരിക്കുന്ന ചില മാതാപിതാക്കൾക്ക് മക്കൾ ഒരു സന്യാസിനിയായി കാണണമെന്ന വലിയ സ്വപ്നമൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാൽ ചിലരത് തുടക്കം തന്നെ ആഗ്രഹിച്ചിരുന്നു. മക്കൾ അപ്രകാരം ഒരു സ്വപ്നം പങ്കുവച്ചപ്പോൾ അത് ദൈവത്തിൻ്റെ ഹിതമാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ദൈവം തന്ന മക്കളെ ദൈവത്തിനായി സമ്പൂർണ്ണമായി സമർപ്പിക്കാൻ അവർ പ്രോത്സാഹിപ്പിച്ചു. അതാണ് ഒരു ക്രിസ്തീയ കുടുംബം എന്ന് പറയുന്നത്. പ്രിയമുള്ളവരെ, നമുക്ക് ദൈവം തന്ന മക്കളെ ദൈവത്തിൻ്റെ ഹിതത്തോട് ചേർത്ത് വളർത്തി ദൈവം എന്താണോ പദ്ധതി ഇടുന്നത് അത് പൂർത്തീകരിക്കാനായിട്ട് അവരെ പ്രോത്സാഹിപ്പിക്കുമ്പോഴാണ് നമ്മളും സഭയും സമൂഹവും വളരുന്നത്. ഇവരുമായുള്ള ചർച്ച നമുക്ക് അടുത്ത എപ്പിസോഡിൽ തുടരാം. ബന്ധങ്ങൾ വളരട്ടെ, കുടുംബങ്ങൾ ശക്തിപ്പെടട്ടെ. നമ്മുടെ ഒരു ക്രിസ്തീയ ചൈതന്യത്തില് ദൈവഭയത്തിലാണ് വളർത്തിക്കൊണ്ട് പോകുന്നത്. ദൈവത്തിൽ എപ്പോഴും നമ്മൾ ആശ്രയിച്ച് തന്നെ ജീവിക്കണമെന്നാണ് ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുള്ളത്. അങ്ങനെ ഒരു ദൈവാശ്രയ ബോധം മക്കൾക്ക് പകർന്നു കൊടുക്കുന്നത് കഥകളായിട്ട് കൊടുക്കുമ്പോ ഇവർക്ക് വായിക്കാൻ ഇഷ്ടമാണ്. അതെ അതെ അതെ. അപ്പൊ ഇവര് ഈ സിസ്റ്റർമാരുടെ കഥകള് കൂടുതൽ ആള് വായിക്കാറുണ്ട്. അതായത് വിശുദ്ധരായിട്ടുള്ള സിസ്റ്റേഴ്സിന്റെ ഒക്കെ കഥകള് വായിക്കാൻ നിങ്ങൾ അവസരം കൊടുത്തിട്ടുണ്ട് അല്ലെ? അത് വരാൻ കാരണം ചെറുപ്പത്തിൽ, അതായത് ഈ സിസ്റ്റർമാരില്ലാതെ ജീവിക്കാൻ പറ്റുമെന്ന് ചോദിച്ചാൽ വളരെ ബുദ്ധിമുട്ടാന്ന് എനിക്ക് തോന്നിയായിരുന്നു. കാരണം സിസ്റ്റർമാർ വേണം നമ്മുടെ സമൂഹത്തിൽ. അതാണ് എൻ്റെ ലക്ഷ്യമായിരുന്നത്.